നമസ്തേ. 1869 ഒക്ടോബർ 2-ന് ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ട്രൂത്ത്, നോൺ വയലൻസ്, നോൺ കോഓപ്പറേഷൻ, സത്യാഗ്രഹ തുടങ്ങി തന്റേതായ സമരമുറകളിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപന്മാരായ ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന നമ്മുടെ രാഷ്ട്രപിതാവ്, നാം എല്ലാം സ്നേഹത്തോടെയും ആദരവോടെയും ബാപ്പുജി എന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. ഈ പുസ്തകം 1927 ഗുജറാത്തിലെ നവജീവൻ ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. ലോകമെമ്പാടും ലക്ഷോപലക്ഷം കോപ്പികളാണ് വിറ്റഴിച്ചത്. ഈ പുസ്തകത്തിന് 5 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗത്തിൽ ഗാന്ധിജിയുടെ ജനനം, മാതാപിതാക്കൾ, അദ്ദേഹം ബാരിസ്റ്റർ ആകുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് പരാമർശിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗത്തിൽ അദ്ദേഹം ബാരിസ്റ്റർ ആകുന്നതും വിദേശത്തേക്ക് പോകുന്നതും തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതുമായ കാര്യങ്ങളാണ് വിവരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ഭാഗത്തിൽ അദ്ദേഹം ബ്രഹ്മചാരിയാകുന്നതും തൻ്റെ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് പരാമർശിച്ചിട്ടുള്ളത്. നാലാമത്തെ ഭാഗത്തിലാകട്ടെ ഗാന്ധിജി തൻ്റെ ചില പരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചികിത്സാ സമ്പ്രദായങ്ങൾ, മണ്ണ് ചികിത്സ, ജലചികിത്സ, കൂടാതെ പ്ലേഗ് പോലെയുള്ള മാരക രോഗങ്ങളെ അദ്ദേഹം എങ്ങനെ അഭിമുഖീകരിച്ചു എന്നതിനെക്കുറിച്ചും സത്യാഗ്രഹം എന്ന പുതിയ സമരമുറയെക്കുറിച്ചും തൻ്റെ ജീവിത പങ്കാളിയായ കസ്തൂർബ ഗാന്ധിയെക്കുറിച്ചുമെല്ലാം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ഭാഗത്തിൽ ഗാന്ധിജി തികച്ചും ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം നടത്തിയ സമരമുറകളായ നോൺ വയലൻസ്, നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റുകളെക്കുറിച്ചും ചില കോൺഗ്രസ് സെഷൻസുകളെ കുറിച്ചുമൊക്കെ വളരെ വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ഒടുവിൽ വിട എന്ന അധ്യായത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഈ പുസ്തകം അവസാനിക്കുന്നു. ഈ പുസ്തകം വായിക്കുന്നതിലൂടെ ഗാന്ധിജിയുടെ സത്യത്തെക്കുറിച്ചും ഈശ്വരനെക്കുറിച്ചുമുള്ള വീക്ഷണങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലളിതമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു കുഞ്ഞിനും നിഷ്പ്രയാസം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ പുസ്തകം. 1869 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ബ്രിട്ടീഷിന്റെ അധികാരത്തിന് കീഴിലായിരുന്നു അന്ന് ഇന്ത്യ. വർണ്ണവിവേചനം, വർഗവിവേചനം ഇവയെല്ലാം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലം, സ്വാതന്ത്ര്യം എന്തെന്ന് പോലും അറിയാത്തൊരു കാലം. ആ കാലഘട്ടത്തിൽ നിന്ന് നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഗാന്ധിജിയുടെ ഒരു യാത്രയാണ് ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പുസ്തകം ഗാന്ധിജിയുടെ പച്ചയായ ജീവിതത്തെ തുറന്നു കാണിക്കുന്നതോടൊപ്പം തൻ്റെ ന്യൂനതകളും തുറന്നു കാണിക്കപ്പെടുന്നു. ലളിത ജീവിതം നയിക്കുകയും അർത്ഥവസ്ത്രധാരിയായി നിരായുധനുമായിട്ടുള്ള നമ്മുടെ ഗാന്ധിജിയെ എന്തിനു ബ്രിട്ടീഷുകാർ ഭയക്കണം എന്നതിനൊരു ഉത്തരം കൂടിയാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു കുഞ്ഞും ഒരു തവണയെങ്കിലും മഹാത്മജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊരു ബുക്ക് വായിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് അവരുടെ ധാർമ്മിക മൂല്യവും രാഷ്ട്രസ്നേഹവും രാഷ്ട്രത്തോടുള്ള പ്രതിബദ്ധതയും സമർപ്പണ മനോഭാവവും ഒക്കെ വർദ്ധിക്കാൻ സഹായിക്കും എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. നന്ദി, നമസ്കാരം.